കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ ഒരു സീറ്റും ജയിക്കില്ല. അതാ ഗ്യാരണ്ടി. എന്താ, കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ ഒരു സീറ്റിലും BJP ഈ കേരളത്തിൽ ജയിക്കില്ല. അല്ല, അങ്ങനെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റ് ഇപ്പം പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞാലേ പറയാൻ പറ്റും ഇവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതെല്ലാം അണ്ടർ കറണ്ടാണ്. നമുക്കിപ്പോൾ പുറത്ത് കാണുന്നത് മാത്രമല്ലല്ലോ ചിത്രം. അത് പറയാൻ പറ്റില്ല. അല്ല, ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ജയിക്കുള്ളൂ. അവർ ജയിച്ചില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയണ്ടല്ലോ. അതാ നിങ്ങൾ ചോദിച്ചതിനല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ സഹായം ഇല്ലാതെ ഒരു നിയോജക മണ്ഡലത്തിലും BJP ജയിക്കില്ല. അപ്പോൾ അതിന്റെ ഉത്തരവാദിനിയാണ് BJP ജയിക്കില്ല. കേൾക്ക് BJP ജയിക്കില്ല. പോരെ? ഇനി അഥവാ ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ അവർക്ക് കിട്ടണം. രണ്ടാം ഘട്ടമോ മൂന്നാം ഘട്ടമല്ലേ തന്നെ ഘട്ടമെല്ലാം തീർന്നില്ല. പിന്നെയോ കണക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ജയിക്കുന്നല്ലേ പറഞ്ഞത്. അതന്നെയാ കണക്ക്. എന്തൊക്കെയാ പറഞ്ഞത്? അറിയില്ല. ഇപ്പൊ അവർ പറഞ്ഞ ഇപ്പൊ മറുപടി പറയാൻ പറ്റുമോ? നമുക്കറിയില്ല. ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കാത്ത ആരുമായിട്ടും ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല. നോക്കാം, നമുക്ക് ചോദിക്കാം. ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോന്ന് തിരിച്ചു ചോദിക്കും. പറയട്ടെ, ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഓർത്തോ വാർത്താം. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് VD സതീശൻ പറയോ? വെറുതെ ചോദിച്ചാൽ പോരല്ലോ. ഞങ്ങൾ ചോദിക്കുന്ന മറുപടി പറയണ്ടേ? എവിടെയാ മുണ്ടകൈ ദുരന്തത്തിന്റെ പണം പോയതെന്ന് അതിന് മറുപടിയില്ലല്ലോ. എല്ലാം ഓരോ ദിവസം ഓരോ ചോദ്യം ഓരോ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ അപ്പുറത്തൊന്നും ചോദിക്കുന്നില്ല, പറയുന്നുമില്ല. അതാ കാര്യം. ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് വർഗീയവാദികളാണെന്ന് ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറയോ? നാളെ പറയട്ടെ. അതിനുശേഷം ഞാൻ മറുപടി പറയാം. അല്ല, അതിനുശേഷം മറുപടി പറയാം ബാക്കി കാര്യം.